അങ്ങനെ എന്തെയും ബോയ്സ് സീസൺ 4 അങ്ങനെ തീർന്നിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെബ് സീരീസിൻ്റെ ഫാൻസിന് കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് അവഞ്ചേഴ്സിൻ്റെ ഇൻഫിനിറ്റി വാർ ഇറങ്ങിയതിന് ശേഷം നമ്മൾ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന് കാത്തിരുന്ന പോലെ ഒരു സംഭവമാണ് ഇപ്പോൾ ഇത് ശരിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം അന്ന് ഇൻഫിനിറ്റി വാർ ഇറങ്ങി നമ്മളെ കണ്ട് തീർത്തപ്പോൾ കിട്ടിയ ഒരു ഫീലാണ് ഈ ഒരു വെബ് സീരീസ് കണ്ട് തീർന്നപ്പോൾ എനിക്ക് പേഴ്സണലി കിട്ടിയിട്ടുള്ളത്. ഇത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇനി 2 കൊല്ലം കാത്തിരിക്കണം. 2026 സീസൺ 5 ഇറങ്ങുക. സീസൺ 5 പിന്നാലെ ആവും. ഒഫീഷ്യലായിട്ടൊന്നും വന്നിട്ടില്ല, പക്ഷേ അത് പിന്നാലെ ആയിരിക്കും എന്നാണ് റൂമേഴ്സ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ മുന്നേ റൂമേഴ്സ് വന്നിരുന്ന സമയത്ത് സീസൺ 4 അതിൻ്റെ പിന്നാലെ ആവും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സീസൺ 4 ഡെഫിനറ്റ്ലി അതിൻ്റെ പിന്നാലെ അല്ല. സീസൺ 5 കൊണ്ട് തീരുമെന്നുള്ളത് നമുക്ക് അറിയില്ല. സീസൺ 5 ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയുള്ളൂ. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നാവുന്നതല്ല. ഇതിൽ എല്ലാവർക്കും ഉള്ളൊരു സംശയം, കാരണം സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കോമിക്സ് വായിച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക്, പല ആൾക്കാർക്കും സംശയമുള്ള ഒരു സംഭവമാണ് ഹോംലാൻഡറിനെ എങ്ങനെ കൊല്ലുക എന്നുള്ളത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമിക്സിലുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ ഇതിലുള്ളൂ ഈ ഒരു വെബ് സീരീസിൽ. പക്ഷേ കോമിക്സ് ആണെന്നുണ്ടെങ്കിൽ വായിക്കാം. പക്ഷേ കോമിക്സും ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഒരു ഇൻസ്പിറേഷൻ മാത്രമേ ഉള്ളൂ. അതായത് ക്യാരക്ടേഴ്സും ചില ഇവൻറ്റ്സും മാത്രമേ ഈ ഒരു കോമിക്സിന് ഈ ഒരു വെബ് സീരീസായി മാറുമ്പോൾ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കോമിക്സ് വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് പോലും ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത് എങ്ങനെ പോയി തീരും എന്നുള്ളത്. മനസ്സിലായില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കോമിക്സിൽ ഈ ഹോംലാൻഡറിന് ഉണ്ടായൊരു മോനുണ്ടല്ലോ, റയൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ. ഈ ഒരു ക്യാരക്ടർ ശരിക്കും ഈ ക്യാരക്ടർ ശരിക്കും കുട്ടിയായിരുന്നപ്പോൾ തന്നെ കോമിക്സിൽ ബുച്ചർ കൊന്നിട്ടുണ്ട്. മനസ്സിലായില്ല. പക്ഷേ എങ്ങനെ അത് കുറേ പറയാനുണ്ട്, എന്താ സംഭവം എന്നുള്ളത് പറയാനുണ്ട്. അത് വേറൊരു വീഡിയോയിൽ ആണെന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഇത്ര പറഞ്ഞുള്ളൂ. ഞാൻ എനിക്ക് ഭയങ്കര ലെങ്ത് കൂടി പോകും ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഈ വെബ് സീരീസിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ല. റയന് ശരിക്കും വലുതായി. റയൻ ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സിൽ ഒരാളായി മാറി. മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെ പല സംഭവങ്ങളും അത് ഞാൻ പറഞ്ഞില്ല, ഒരു ഇൻസ്പിറേഷനാണ്. അത് മൊത്തത്തിൽ സ്റ്റോറി തന്നെ ഡിഫറൻ്റ് ആണ്. കോമിക്സ് വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം ഇങ്ങനെയുള്ള മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. എങ്ങനെ ഹൗ ടു കിൽ ഹോംലാൻഡർ. അതിൽ കോമിക്സിൽ തന്നിട്ടുള്ള ആ ഒരു സ്റ്റോറിയിൽ ബ്ലാക്ക് നോയർ ആണ് ശരിക്കും ഹോംലാൻഡറിനെ കൊല്ലണത്. ശരിക്കും ഈ ബ്ലാക്ക് നോയർ എന്ന് പറഞ്ഞ കോമിക്സിൽ ഒരു ടിപ്പിക്കൽ ബാഡാസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഇത് ഈ വെബ് സീരീസിൽ കാണിച്ചിട്ടുള്ള പോലെയല്ല. ഈ വെബ് സീരീസിന് 2ാമത്തെ ബ്ലാക്ക് നോയർ വരുന്നുണ്ടല്ലോ. അത് സംസാരിക്കാനൊക്കെ പറ്റുന്ന ബ്ലാക്ക് നോയർ ഉണ്ട്. സംസാരിക്കാൻ പറ്റണല്ല, സംസാരിക്കുന്ന ബ്ലാക്ക് നോയർ ഉണ്ടല്ലോ. ഇപ്പോൾ ഉള്ള ബ്ലാക്ക് നോയർ ഉണ്ടല്ലോ, അതിന് മുന്നേ ഒരു ബ്ലാക്ക് നോയർ ഉണ്ടല്ലോ. അത് ഹോംലാൻഡർ കൊല്ലണ ബ്ലാക്ക് നോയർ ഉണ്ടല്ലോ. ആ ബ്ലാക്ക് നോയർ എന്ന് പറഞ്ഞാൽ ശരിക്കും കോമിക്സിൽ ഭയങ്കര ഒരു ക്യാരക്ടറാണ്. അതായത് ഹോംലാൻഡറിനെ കൊല്ലാൻ മാത്രം പവർഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്ര ക്ലെവർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ബ്ലാക്ക് നോയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോമിക്സിൽ ബ്ലാക്ക് നോയറാണ് ഹോംലാൻഡറിനെ കൊല്ലുന്നത്. ഡെഫിനറ്റ്ലി അത് വെബ് സീരീസിൽ അങ്ങനെ ആവില്ല. അതുകൊണ്ട് ബ്ലാക്ക് നോയറിനെ നമുക്ക് വിടാം. ഓക്കെ, നമുക്ക് ആദ്യം എങ്ങനെ ഹോംലാൻഡറിനെ കൊല്ലാൻ പറ്റും എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം തരുന്ന മുന്നേ ഓരോ ക്യാരക്ടേഴ്സിനെ 1-on-1 സിറ്റുവേഷനിൽ വന്നിട്ട് ഹോംലാൻഡറിനെ ഫേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1-on-1 സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതിൽ ആദ്യം തന്നെ നമുക്ക് എയർ ട്രെയിനിൻ്റെ കാര്യം എടുത്ത് നോക്കാം. എയർ ട്രെയിൻ എന്ന് പറയുന്നത് അറിയാലോ. എയർ ട്രെയിനിൻ്റെ സൂപ്പർ പവേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയില്ല. ഞാൻ എന്തൊക്കെയാണ് സൂപ്പർ പവേഴ്സ് എന്നുള്ളത് കറക്കുന്നില്ല. വെബ് സീരീസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അത് അറിയാലോ. എയർ ട്രെയിൻ ഹോംലാൻഡറായിട്ട് 1-on-1 സിറ്റുവേഷനിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹോംലാൻഡർ തരിപ്പണാക്കും എയർ ട്രെയിനെ. ഈ ഫാസ്റ്റ് ആയിട്ടുള്ള ഈ മൂവ്മെൻ്റ് ഒന്നും ഹോംലാൻഡറുടെ അടുത്ത് ചിലവാകാൻ പോകുന്നില്ല. കാരണം ഇതിന് മുന്നേ ഈ വെബ് സീരീസ് തന്നെ ഇതിന് മുന്നേ കിമിക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്. ഈ കിമിക്കോ ഹോംലാൻഡറിൻ്റെ കാലൊടിച്ചിട്ടുണ്ട്. മനസ്സിലായി. ഈ കിമിക്കോ എന്ന് പറയുന്നത് ഹോംലാൻഡറിൻ്റെ 0.1% പോലും സൂപ്പർ സ്ട്രെങ്ത് ഇല്ലാത്തൊരു ക്യാരക്ടറാണ് കിമിക്കോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എയർ ട്രെയിനിൻ്റെ 0.1% പോലും ക്വിക്നെസ് കിമിക്കോക്ക് ഇല്ല. ബട്ട് സ്റ്റിൽ കിമിക്കോ മാനേജ് കാലൊടിച്ചിടാൻ കിമിക്കോക്ക് കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനത്തെ അത്രയും വീക്കായി ഒരു ഭയങ്കര എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് എയർ ട്രെയിൻ എന്ന് പറയുന്നത്. ആ എക്സ്പോസ് ആയി നിൽക്കുന്ന എയർ ട്രെയിൻ ഹോംലാൻഡറായിട്ട് 1-on-1 സിറ്റുവേഷൻ വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാര്യമില്ല, ഹോംലാൻഡർ തരിപ്പണാക്കും. പിന്നുള്ളത് കിമിക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. കിമിക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഒരു ലേസർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിന് മുന്നേ ചില ഇഞ്ചുറീസൊക്കെ ചില തന്നെ ഇതുവരെ വന്നിട്ടുള്ള ഇഞ്ചുറീസൊന്നും ഒക്കെ റിക്കവർ ചെയ്തിട്ട് കിമിക്കോ വന്നിട്ടുണ്ട്. പക്ഷേ ഹോംലാൻഡറിനെ ലേസറൈസ് റിക്കവർ ചെയ്യുമോ എന്നുള്ളത് അത് നോക്കി കാണേണ്ട വിഷയമാണ്. അത് ചിലപ്പോൾ റിക്കവർ ആവാൻ കിമിക്കോക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. ഇപ്പോൾ അത് അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ഒരു ലേസർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ബോധം കെട്ട് വീറി എപ്പോൾ നീച്ച് വരും എന്നുള്ളതിന് പടച്ചവൻകാർ അതൊക്കെ എപ്പോൾ നീച്ച് വരും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിന് ഒരു ഷേപ്പ് ഷിഫ്റ്റ് ഉണ്ട്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ഷേപ്പ് ഷിഫ്റ്റർ, പിന്നെ സ്റ്റാർലൈറ്റിൻ്റെ രൂപം എടുത്തിട്ട് വരെ ഷേപ്പ് ഷിഫ്റ്റർ ഉണ്ട്. അത് അത്ര പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറൊന്നുമല്ല. അത് ആ ഷേപ്പ് ഷിഫ്റ്റർ കിമിക്കോനെ അടിച്ചിട്ടുണ്ട്. അപ്പം ഹോംലാൻഡറിനെ മുന്നേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഥ നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. അപ്പോൾ അതും കഴിഞ്ഞു, കിമിക്കോക്കും പറ്റില്ല. പിന്നുള്ളത് കോമ്പൗണ്ട് ബി അടിച്ചിട്ടുള്ള ആൾക്കാർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂയി ക്യാമ്പലിനെ നമുക്ക് മാറ്റിയെടുത്താവുന്നൊന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നുള്ളത് വില്യം ബുച്ചറാണ്. വില്യം ബുച്ചറിനും 1-on-1 സിറ്റുവേഷൻ ഓൾറെഡി വന്നിട്ടുള്ളതാണ്. ഇതിന് മുന്നേ ഒരു കോമ്പൗണ്ട് ബി അടിച്ചിട്ട് ഇതിന് മുന്നേക്ക് പോയിട്ടുണ്ട്. ഹോംലാൻഡറിനെ മുന്നേക്ക് ഇതിൻ്റെ മുന്നത്തെ സീസണിൽ പോയതാണ്. പക്ഷേ ഹോംലാൻഡറിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ വില്യം ബുച്ചറിന്. ചില സമയത്ത് ചില മൊമെൻറ്റിൽ മാത്രം കുറച്ചെങ്കിലും ആ ഫൈറ്റിൽ പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ട്. അതല്ല തന്നെ കുറച്ച് പഞ്ചസ് ത്രോ ചെയ്യുന്നുണ്ടെന്നുള്ളതല്ലാതെ ശരിക്ക് ഓവറോൾ ഫൈറ്റ് നടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വില്യം ബുച്ചറിന് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. ഹോംലാൻഡർ അത്ര അധികം സൂപ്പർ പവർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഹോംലാൻഡർ എന്ന് പറയുന്നത്. അപ്പം വില്യം ബുച്ചറിൻ്റെ കാര്യം അവിടെ തീർന്ന്. പിന്നെ ഇതിലുള്ളത് പിന്നെ വേറെ MM എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ, മദേഴ്സ് മിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ഉണ്ടല്ലോ.
അത് കോമ്പൗണ്ട് ചെയ്യുന്ന അടിക്കാനുള്ള ചാൻസസ് വളരെ ലോ ആണ്. പക്ഷേ ഇപ്പോൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. അതേപോലെ തന്നെ ഫ്രഞ്ചിക്കും ഞാൻ വൈറസിൻ്റെ കാര്യത്തിൽ ഞാൻ വരാം. പക്ഷേ ഫ്രഞ്ചിക്കും 1-on-1 സിറ്റുവേഷൻ വിത്തൗട്ട് ദി വൈറസ്, ഫ്രഞ്ചിൻ്റെ കയ്യിലുള്ള വൈറസ് ഇല്ലാതെ അറിയാലോ സൂപ്പർ പവറൊന്നും ഇല്ലാത്ത ആളാണൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നുള്ളത് സ്റ്റാർലൈറ്റ് ആണ്. സ്റ്റാർലൈറ്റ് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്റ്റാർലൈറ്റ് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ കണ്ണും കയ്യും ഇതൊക്കെ ഇങ്ങനെ മഞ്ഞ കളറാക്കും. അപ്പോൾ അങ്ങനെ കുറേ കറണ്ട് പോകും. അപ്പോൾ എനിക്ക് പറയാനുള്ള KCBത്തെ പണി ഫോർമാൻഡറിന് മുന്നിൽ പോയിട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരറിയും. അപ്പോൾ സ്റ്റാർലൈറ്റിൻ്റെ പരിപാടിയും അവിടെ ഏകദേശം തീരും. സ്റ്റാർലൈറ്റിൻ്റെ മുഴുവൻ പവർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഫോർമാൻഡറിൻ്റെ 3% പോലും ഉണ്ടാവില്ല. ആ ഒരു പവറെ ആർക്കുള്ളൂ? സ്റ്റാർലൈറ്റിനുള്ളൂ. അപ്പോൾ സ്റ്റാർലൈറ്റിൻ്റെ കാര്യവും അവിടെ തീർന്നത്. പിന്നെ ഉള്ളത് ഏറ്റവും കൂടുതൽ ഫോർമാൻഡറിനേക്കാളും കുറച്ച് സമയം കൊണ്ട് ഈ വെബ് സീരീസിൽ ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്ത ഒരു ക്യാരക്ടറാണ് സോൾജർ ബോയ് എന്ന് പറയുന്നത്. സോൾജർ ബോയ് 1-on-1 സിറ്റുവേഷനിൽ ഫോർമാൻഡറിനായിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കണ പോലെ സോൾജർ ബോയിന് ഫോർമാൻഡറിനെ കൊല്ലാൻ വേണ്ടി പറ്റില്ല. കാരണം ആ ഓൾറെഡി ഒരു ചാൻസ് ഈ ഒരു വെബ് സീരീസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ഇതിന് മുന്നത്തെ സീസണിൽ വന്ന് പോയതാണ്. അതും അതിന് ശരിക്കും ഹോംലാൻഡർ സംഭവം ശരിയാണ്, കുറച്ച് പേടിയുണ്ട് ഹോംലാൻഡറിന്. സോൾജർ ബോയിനെ കുറച്ച് പേടിയില്ല. അതെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോംലാൻഡറിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10% മേലെ ഒരു കോമ്പറ്റീഷൻ ഒരാൾ ഹോംലാൻഡറിനെ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹോംലാൻഡറിനെ അത് പേടിയാണ്. അതുകൊണ്ട് തന്നെ പേടിയാണ് ഹോംലാൻഡറിനെ. അതല്ലാതെ സോൾജർ ബോയ് ഹോംലാൻഡറിനെ എന്തെങ്കിലും ചെയ്ത് കളയും എന്നുള്ളൊരു പേടി ഹോംലാൻഡറിന് ഇല്ല. പേടി വേറൊരു രീതിയിലാണ് ഹോംലാൻഡറിന് സോൾജർ ബോയിനോടുള്ളൊരു പേടിയുള്ളത്. ഇതേ കഴിഞ്ഞ സീസണിൽ സോൾജർ ബോയും ഹോംലാൻഡറും കൂടെയുള്ള നടന്ന അടിയിൽ ശരിക്ക് സോൾജർ ബോയ് കുറേയൊക്കെ പിടിച്ച് നിന്നിട്ടുണ്ട്. പക്ഷേ ശരിക്കുള്ള ഒരു അടി തുടങ്ങിയ സമയത്ത്, അത് ഹോംലാൻഡറിൻ്റെ ശരിക്കുള്ള ഒരു പവർ മൊത്തം എടുക്കുന്ന സമയത്ത് സോൾജർ ബോയിനെ പിടിച്ച് നിൽക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ആ ഒരു സീസണിൻ്റെ ആ ഫിനാലയിൽ പിന്നെ കുറേ അടി ഹോംലാൻഡറിന് കിട്ടാനുള്ള കാരണം കോമ്പൗണ്ട് ബി അടിച്ചിട്ടുള്ള വില്യം ബുച്ചറും കോമ്പൗണ്ട് ബി അടിച്ചിട്ടുള്ള ഹ്യൂയി ക്യാമ്പിലും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അത്രയും അധികം കോമ്പാക്ട് എക്സ്പീരിയൻസ് ഉള്ള സോൾജർ ബോയ് എന്ന് പറഞ്ഞ ഈ ക്യാരക്ടറും കൂടി ഹോംലാൻഡറിനെ നേരെ ഒരേ സമയത്ത് ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് ഹോംലാൻഡറിനെ അവിടെ പിടിച്ച് കിട്ടാനെങ്കിലും പറ്റിയത്. എന്നിട്ടും അവിടുന്ന് ഹോംലാൻഡർ എസ്കേപ്പ് ആയി പോയി. അപ്പോൾ അതിനർത്ഥം സോൾജർ ബോയ് 1-on-1 സിറ്റുവേഷനിൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനേക്കാളൊക്കെ ചാൻസസ് ഉണ്ടെന്നുണ്ടെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഫൈറ്റ് ഒരു കാര്യം വരില്ല. സോൾജർ ബോയ് നിങ്ങൾ ഈ വിചാരിക്കണ പോലെ സോൾജർ ബോയിനെ സംഭവം ശരിയാണ്, കുറേ ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു ക്യാരക്ടറൈസേഷൻ്റെ പവർ കൊണ്ട് വന്ന സംഭവമാണ്. അത് നടത്തും ഇരുത്തോ അതുകൊണ്ട് വന്ന സംഭവമാണ്. പക്ഷേ ശരിക്കും ഒരു ഫൈറ്റിന് ഹോംലാൻഡറിനെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോംലാൻഡറിനായിട്ട് സോൾജർ ബോയ്ക്ക് പിടിച്ച് നിൽക്കാൻ വേണ്ടി പറ്റൂല. അപ്പോൾ ഉള്ള ചോദ്യം ഇനി എങ്ങനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം ഹോംലാൻഡറിൻ്റെ വീക്ക് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിശ്വാസമാണ്. മനസ്സിലായില്ലേ? ആ ഒരു അതായത് സേജ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഹോംലാൻഡർ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നെങ്കിൽ സേജ് എന്ന് പറഞ്ഞ ഈ ക്യാരക്ടർ അത് സേജ് ആർക്കും ആണെങ്കിലും ഹോംലാൻഡറിനെ ചതിച്ചിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് എത്തിച്ചിട്ട് ഒരു സിറ്റുവേഷന് ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് ആരെങ്കിലും ഹോംലാൻഡർ അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ചാൻസസ് കുറവാണെന്നുണ്ടെങ്കിലും പിന്നെയും കുറച്ചും കൂടി ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ 1-on-1 സിറ്റുവേഷനിലേക്കാളൊക്കെ ചാൻസസ് കൂടുതലാണ്. അത് എന്ത് സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇപ്പോൾ സൂപ്പർമാൻ്റെ ഒരു UV റേസ് സൂപ്പർമാൻ ക്രിപ്റ്റോൺ ആയതുകൊണ്ട് സൂപ്പർമാനക്ക് പല വീക്ക് പോയിൻറ്റ്സ് ഉണ്ട്. അതേപോലത്തെ വീക്ക് പോയിൻറ്റ്സ് ഡെഫിനറ്റ്ലി ഹോംലാൻഡറും ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഫേവറബിൾ ആയിട്ടൊരു സിറ്റുവേഷനിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു സൂപ്പർ ഹീറോ ഹോംലാൻഡറിനെ ഫേസ് ചെയ്യണം. അപ്പം ചിലപ്പോൾ നടക്കും. ഞാൻ 1-on-1 സിറ്റുവേഷൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് ചതിക്കുന്നത് സേജ് ആയിരിക്കണം. മനസ്സിലായില്ലേ? അതല്ലാതെ വേറൊരു ക്യാരക്ടർ വന്നിട്ട് സേജ് ഹോംലാൻഡറിൻ്റെ ഒപ്പം ഉള്ളിടത്തോളം കാലം ആർക്കും ഹോംലാൻഡറിനെ ചതിക്കാൻ പറ്റില്ല. അപ്പോൾ ചതിക്കേണ്ട ക്യാരക്ടർ സേജാണ്. സേജ് ചതിച്ചിട്ട് എന്തെങ്കിലും ഹോംലാൻഡറിനെ എന്തെങ്കിലും പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഒരു ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൊണ്ടുവന്ന് എത്തിക്കണം. ആർക്ക് ഫേവറബിൾ? അതായത് ഹോംലാൻഡറിന് ഫേവറബിൾ ആവില്ല. ഹോംലാൻഡറിനെ ഫേസ് ചെയ്യാൻ പോകുന്ന വ്യക്തി ഏത് സൂപ്പർ ഹീറോ ആണ്, ഏത് ക്യാരക്ടറാണോ ഫേസ് ചെയ്യാൻ പോകുന്നത്, ആ സൂപ്പർ ഹീറോന് ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൊണ്ടുവന്ന് എത്തിക്കേണ്ടി വരും. അപ്പോൾ ചാൻസസ് കുറവാണ്. ജസ്റ്റ് ഒരു 15 to 20% അപ്പോഴും ചാൻസ് ഉള്ളൂ. പക്ഷേ സ്റ്റിൽ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞു പോയ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ, അവരെക്കാളൊക്കെ ചാൻസസ് ഈ 20% ഉണ്ട്. അപ്പോൾ സോൾജർ ബോയ്ക്ക് ഒരു 50% ഒക്കെ കാണാനേ പറ്റുള്ളൂ. അത് നിങ്ങൾ ശരിക്കും സംഭവം അറിയാത്തതാണ് സോൾജർ ബോയ് എന്ന് പറയുന്നത്. സോൾജർ ബോയ് 3 സൂപ്പർ ഹീറോ കൂടെ വിചാരിച്ചിട്ടൊന്നും നടന്നിട്ടില്ല ഹോംലാൻഡറിന് നേരെ. പിന്നെ എങ്ങനെ സോൾജർ ബോയ് ഒറ്റയ്ക്ക് പോയിട്ട് എന്ത് ചെയ്യാനാണ്? അത് നടക്കുന്ന കേസല്ല. അതൊന്നും. പിന്നെ ഉള്ളത് 1-on-1 സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ, അതായത് എബവ് 70% ചാൻസ് ഉള്ളത് ഒരേ ഒരു ക്യാരക്ടറിനാണ്. അത് ഹോംലാൻഡറിൻ്റെ മോനായിട്ടുള്ള റൈൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനാണ്. അത് ഈ വെബ് സീരീസ് തന്നെ പറയുന്നത് വൺസ് ഈ പവേഴ്സൊക്കെ കൺട്രോൾ ചെയ്യുന്ന റൈന് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹോംലാൻഡറിനേക്കാൾ ഡെഡ്ലി വെപ്പണായിട്ട് ഈ റൈൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ മാറും. അപ്പോൾ നിങ്ങൾ ചോദിക്കും സീസൺ 4 അവസാനം വിജയം കുറ്ററിന് നേരെ തിരിഞ്ഞിട്ടല്ലേ റൈൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ പോകണമെന്നുള്ളത്. സീസൺ 4 അങ്ങനെയാണ് സ്ക്രിപ്റ്റ് എങ്ങനെയാണെന്നുണ്ടെങ്കിലും മാറാം. അത് ഒന്നാമത് സീസൺ 4 ഫിനാലയിൽ ഹോംലാൻഡർ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊന്നും റൈൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വിശ്വാസം വന്നിട്ടില്ല. പക്ഷെ അത് പ്രൂഫോട് കൂടി റൈനിൻ്റെ മുന്നിലേക്ക് ആരെങ്കിലും കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് റൈനും വിശ്വസിക്കും. പ്രൂഫ് വന്നാൽ ഞാൻ വിശ്വസിക്കുമല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് റൈന് വൺസ് ഈ മറ്റേ ഹോംലാൻഡറിനെ നേരെ തിരിയുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് ആൾമോസ്റ്റ് 70% ഹോംലാൻഡറിനെ നേരെ തിരിയണത് ചാൻസസ്. അതായത് റൈൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് 70% ചാൻസസ് ഉണ്ട് ഹോംലാൻഡറിനെ തോൽപ്പിക്കാൻ.
മനസ്സിലായില്ല. കാരണം റയന് വൺസ് ഈ ഒരു സൂപ്പർ, കാരണം കോമ്പൗണ്ട് ബി അല്ല റയന് കോമ്പൗണ്ട് ബി അല്ല, ഫോംലാൻഡറാണ് കോമ്പൗണ്ട് ബി. റയന് ജന്മന സൂപ്പർ ഹീറോ ആണ്. അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഹോംലാൻഡറിനെ കൊല്ലാനും 1-on-1 സിറ്റുവേഷനിൽ എന്തായാലും റയൻക്ക് പറ്റുന്നുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അടുത്തത് വൈറസിൻ്റെ കാര്യമാണ്. അതായത് ഫ്രഞ്ച് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വൈറസ്, ആ വൈറസ് ശരിക്കും ഹോംലാൻഡറിനെ കൊല്ലാൻ മാത്രം ഡെഡ്ലി ആണോ എന്നുള്ളത് ഇവർക്ക് തന്നെ ഉറപ്പില്ല. മനസ്സിലായില്ല. പക്ഷെ എന്നാലും ആ ചാൻസസ് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. അത് മിക്കവാറും പാളി പോകാനുള്ള സാധ്യത ഉണ്ട്. അത് വൺസ് അത് ഷൂട്ട് ചെയ്തിട്ട് ചിലപ്പോൾ ബാക്കിയുള്ള സൂപ്പർ ഹീറോസിനൊക്കെ കൊല്ലാൻ വേണ്ടി പറ്റുന്നുണ്ടാവുമായിരിക്കാം. ബട്ട് ഹോംലാൻഡറിനെ കൊല്ലാൻ മാത്രം ഡെഡ്ലി ആണോ എന്നുള്ളതാണ് ചോദ്യം. എനിക്കത് അത്രയും ഒരു ഡെഡ്ലി വെപ്പണായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഇങ്ങനത്തെ ഹോംലാൻഡറിനെ കൊല്ലാൻ ഇങ്ങനത്തെ ഒരു വൈറസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ജീനിയസ് ആയിട്ടുള്ള ഇതിന് മുന്നത്തെ ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുന്നു. പ്രത്യേകിച്ച് ന്യൂമൻ എന്ന് പറഞ്ഞാൽ ആ ഹെഡ് ഫോപ്പർ വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതെങ്ങനെ ഇങ്ങനത്തെ ഒരു വൈറസ് ഉണ്ടാക്കിയെടുക്കുമായിരുന്നു. അതെല്ലാം തന്നെ ഈ ഹോംലാൻഡറിന് കോമ്പൗണ്ട് വീക്ക് കൊടുത്തിട്ട് ഇതൊരു ഡെഡ്ലി വെപ്പണായി മാറി ഇന്ന് തിരിച്ചു വരാൻ സമയത്തെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സൂപ്പർ ഹീറോസിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഭയങ്കര കൂറായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ഇങ്ങനത്തെ ആരെങ്കിലും തിരിച്ച് വരുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും ഒരു വൈറസ് ഇവർ ഉണ്ടാക്കിയെടുക്കേണ്ടതായിരുന്നു. ഈ കോമ്പൗണ്ട് വീക്ക് അടിച്ച് കയറ്റി ഇതിൻ്റെ ബാക്കിലുള്ള സയൻറ്റിസ്റ്റുകൾ അപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഫ്രഞ്ച് ചെയ്തെന്ന് പറയുമ്പോൾ ഒരു വിശ്വാസക്കുറവുണ്ട്. പക്ഷേ ചാൻസസ് ഉണ്ട്. പക്ഷേ അത് വൈറസ് ഹോംലാൻഡറിനെ കൊല്ലാൻ മാത്രം ഡെഡ്ലി ആണെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് നേരത്തിന് ബോധം പോകുമായിരിക്കാം. പിന്നെ ഹോംലാൻഡർ പിന്നെ നീക്കുറവ്. മനസ്സിലായില്ല. അപ്പോൾ വൈറസിന് ചാൻസസ് ഉണ്ട്, ഒരു 30-35% ചാൻസ് ഉണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ മേലത്ത് ചാൻസ് ഇല്ല. ഇനി അതും അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് 70% കവിഞ്ഞ് ഒരു 95% മേലക്ക് ചാൻസ് ഹോംലാൻഡറിനെ കൊല്ലാൻ വരുന്നത് ഒരേ ഒരു വഴിയേ ഉള്ളൂ. 95% മേലക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതായത് സീസൺ 5 സോൾജർ ബോയ് റിട്ടേൺ ചെയ്യണം. സോൾജർ ബോയ്, റയന്, അതേപോലെ തന്നെ ബോയ്സിലുള്ള മറ്റ് ക്യാരക്ടേഴ്സ് സ്റ്റാർലൈറ്റ് ഉൾപ്പെടെ ഉള്ള ബാക്കി ക്യാരക്ടേഴ്സ് ഹോംലാൻഡറിനെ നേരെ ഫൈറ്റ് ചെയ്യണം. മനസ്സിലായില്ല. ഇതിന് മുന്നേ സ്റ്റോൺ ബ്രേക്കറും ഇവരൊക്കെ കൂടി സ്റ്റോൺ ബ്രേക്കർ എന്ന് പറയുന്നത് ഭയങ്കര സൂപ്പർ പവർ ഉള്ളൊരു ഫീമെയിൽ ക്യാരക്ടറായിരുന്നു. പക്ഷേ അതിനെ ടീം വർക്ക് മുഖേന ഇടിച്ചിട്ട് ഈ ദി ബോയ്സ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ പല പ്രശ്നങ്ങളും പല സമയത്ത് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും വൺസ് ഇവർ ഒന്നിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹോംലാൻഡർ പല പ്രാവശ്യം ബുദ്ധിമുട്ടുന്നുണ്ട്. പല പ്രാവശ്യം അത് ഫൈറ്റ് മുഖേന മാത്രമല്ല, അത് വേറെ പല നീക്കങ്ങളിൽ കൂടിയും ഹോംലാൻഡറിനെ കുഴപ്പിക്കുന്നുണ്ട്. ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡിങ് റയൻ ആൻഡ് സോൾജർ ബോയ് ഇവരൊപ്പം നിന്നിട്ട് ഒരേ സമയത്ത് ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹോംലാൻഡറിനെ പിടിച്ച് നിൽക്കാൻ കൂടി പറ്റില്ല. അങ്ങനെ ഒന്നെങ്കിലും സംഭവിക്കേണ്ടി വരും. അതായത് ഇവരെല്ലാവരും കൂടെ ഒറ്റക്ക്, അതായത് ഒപ്പത്തിന് നിന്നിട്ട് ആ സമയത്ത് മറ്റേ വില്യം ബുച്ചർ കോമ്പൗണ്ട് ബിയിലാണെന്ന് ഓർക്കണം. ആ മറ്റേ ന്യൂമനാപ്പം വെച്ചിട്ട് ഇങ്ങനെ കീറിട്ട വ്യക്തി, എന്താ പറയുക, കോമ്പൗണ്ട് ബി അടിച്ചിട്ടുള്ള ക്യാരക്ടറാണ് ഇപ്പോൾ വില്യം ബുച്ചർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ ഇത്തരം ക്യാരക്ടേഴ്സ് എല്ലാവരും കൂടി മറ്റേ ഹോംലാൻഡറിനെ നേരെ തിരിഞ്ഞിട്ട് ഹോംലാൻഡറിനെ നേരെ ഒരേ സമയത്ത് ആക്രമിക്കണം. അപ്പോൾ 95% മേലെ ചാൻസസ് ഉണ്ട് ഹോംലാൻഡറിനെ കൊല്ലാൻ. ഇനിയിപ്പോൾ അതും അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു സംഭവം സംഭവിക്കാനുള്ള സാധ്യത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ക്യാരക്ടേഴ്സ് സീസൺ 5 വരാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഈ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വെബ് സീരീസിൽ വിരലിനെണ്ണാവുന്ന കോമ്പൗണ്ട് ബി അടിച്ചിട്ടുള്ള സൂപ്പർ ഹീറോസുകളും ഇതിൽ ആഷ്ലീൻ്റെ പവർ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ആഷ്ലി കോമ്പൗണ്ട് ബി അടിച്ചിട്ട് പവർ കയറുന്നതേ കണ്ടിട്ടുള്ളൂ. അത് എന്ത് പവറാണ് ആഷ്ലിക്കുള്ളത് എന്നുള്ള അറിയാണ്ട് ആഷ്ലിൻ്റെ കാര്യം നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ ഇതിൽ വേറെ സൂപ്പർ ഹീറോസ് ഉണ്ട്. മനസ്സിലായി. ഈ ദി 7 എന്ന് പറഞ്ഞ ഈ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഹോംലാൻഡറിൻ്റെ ഗ്രൂപ്പിൽ ഉൾപ്പെടാത്തതും ഈ ബോയ്സിലുള്ള ഇല്ലാത്തതും വേറെ കുറേ സൂപ്പർ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ നടക്കുന്ന ഇൻസിഡൻസിനായിട്ട് യാതൊരു ബന്ധമില്ലാതെ കിടക്കുന്ന കുറേ സൂപ്പർ ഹീറോസ് ഉണ്ട്. അതിനൊക്കെ അത് എന്താണെന്നുള്ള കൂടി നമ്മൾ നോക്കണം. അവരെല്ലാവരും ഹോംലാൻഡറിനെ നേരെ തീരാന്നുള്ളതല്ല, പക്ഷെ അതിന് ഹോംലാൻഡറിനെ ഡിഫീറ്റ് ചെയ്യാൻ മാത്രം കേപ്പബിലിറ്റി ഉള്ള ഒരു സൂപ്പർ ഹീറോ അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പോൾ സോൾജർ ബോയ് വരുന്നവരെ ഹോംലാൻഡറിനെ ആർക്കും ഒറ്റക്കൊറ്റൊക്കെ നേരിടാൻ പറ്റില്ലായിരുന്നു. സോൾജർ ബോയ് വന്ന സമയത്താണ് പിന്നും ഹോംലാൻഡറിനായിട്ട് പിടിച്ച് നിൽക്കാനുള്ള ഒരു ക്യാരക്ടർ വരിക. അപ്പോൾ അതേപോലെ ഹോംലാൻഡറിനായിട്ട് ഹോംലാൻഡറിനെ കൊല്ലാൻ മാത്രം കേപ്പബിലിറ്റി ഉള്ള ഒരു ക്യാരക്ടറിനെ ഇവർ സീസൺ 5 വീണ്ടും ചെയ്തെടുക്കുന്നുണ്ടാവും. സോൾജർ ബോയിനെ കൊണ്ടുവന്ന പോലെ. അപ്പോൾ ഈ 2-3 ചാൻസസ് മാത്രമേ, ഇനി വൈറസ് ഒന്നും എന്തായാലും വർക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ബാക്കിയുള്ള 2-3 ചാൻസസ് മാത്രമേ ഹോംലാൻഡറിനെ കൊല്ലാനുള്ളൂ. അതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചാൻസുകൾ ഹോംലാൻഡർ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കൊല്ലാൻ മാത്രം കേപ്പബിലിറ്റി ഉള്ള വേറെ എന്തെങ്കിലും ഹയർ ചാൻസസ് അല്ലെങ്കിൽ ഹയർ പോസിബിലിറ്റീസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ വെബ് സീരീസ് ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ഈസ് ടു ടോക്സ് സൈനിങ് ഔട്ട്.